ആൻഡ് ലെറ്റ് മീ പുട്ട് ദിസ് സ്ട്രേറ്റ്. ഓക്കെ, ഇത് എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്, എനിക്ക് തോന്നിയൊരു കാര്യമാണ്. നമ്മൾ അമർമെന്റ് അണ്ടറിൽ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് പ്ലെയേഴ്സൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫിറ്റ്നസ് ലെവൽസ് കീപ്പ് ചെയ്തിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ കാരിക്കിൻ അണ്ടറിൽ വന്ന സമയത്ത് വി ഹാവ് ലോസ്റ്റ് ദറ്റ് ഫിറ്റ്നസ് ലെവൽ. പ്ലെയേഴ്സൊക്കെ ഒരു ക്ഷീണപ്പെട്ട് തോന്നുന്നതാണ് എനിക്ക് തോന്നിയത്. അവർക്ക് ആ ഒരു ഫിറ്റ്നസ് ലെവൽ കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അമരൻ പോയതിനു ശേഷം നമ്മൾ ഫസ്റ്റ് 2 ഗെയിംസ് ആ ഒരു ഫിറ്റ്നസ് ലെവൽസിൽ കളിച്ചു. ആർസണലുമായിട്ടും പിന്നെ സിറ്റി ആയിട്ടുള്ള കളികളിൽ ആ ഒരു ഫിറ്റ്നസ് ലെവൽസിൽ നിന്നു. എനിക്ക് തോന്നുന്നു അതെന്ന് പറഞ്ഞാൽ അമർമിന്റെ അണ്ടറിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉള്ള ഒരു ഫിറ്റ്നസ് ഇതുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച എന്ന് വേണം എനിക്ക് പറയാനായിട്ട്. കാരണം അത് അമരൻ പോയത് ഉടനെ പ്ലെയേഴ്സ് എല്ലാവരും അങ്ങ് ഫിറ്റ്നസ് ഡൗൺ ആവും എന്നല്ല പറയുന്നത്. സോ ആ സമയത്ത് ഉണ്ടായിരുന്ന ഫിറ്റ്നസ് പിന്നെയും അവരിലുണ്ടായിരുന്നു. പിന്നെ കാരിക്കിൻ്റെ അണ്ടറിൽ വന്ന് ഈ ഒരു ഫിറ്റ്നസ് റൂട്ടീൻസ് ഒക്കെ മാറിക്കഴിഞ്ഞപ്പം അത് നല്ല രീതിയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്ലെയേഴ്സിനെ തന്നെ ബാധിച്ചു എന്ന് വേണം പറയാനായിട്ട്. ആ രണ്ട് ഗെയിം വീക്ക് മുമ്പിൽ നമുക്ക് ഏകദേശം ഒരു 13 ഡേയ്സ് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ സമയത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്ലെയേഴ്സ് ഒക്കെ ഒരു ഷോർട്ട് ഹോളിഡേന് ഒക്കെ പോയി നിൽക്കുന്നുണ്ടായിരുന്നു. ദുബായിലും അവിടെ ഇവിടെയൊക്കെ ഇടയ്ക്ക് കറങ്ങി നടന്ന് നിന്ന്. അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ഗെയിമിൽ ഐ തിങ്ക് ദാറ്റ് വാസ് അഗെയിൻസ്റ്റ് വെസ്റ്റ് ഹാം അല്ലേ. വെസ്റ്റ് ഹാമായിട്ടുള്ള ഗെയിമിൽ എന്ന് പറഞ്ഞാൽ പിന്നെ ഇത് കണക്ക് ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഈസി ആയിട്ട് ടയർഡായിട്ട് കാണപ്പെട്ടു പ്ലെയേഴ്സൊക്കെ. എനിക്ക് തോന്നുന്നു ഇത് തന്നെയാണ് ഈ ഒരു ഫിറ്റ്നസ് റൂട്ടീൻസ് ഉണ്ടല്ലോ ട്രെയിനിങ്ങിൻ്റെ ഇടയ്ക്കൊക്കെ ഉള്ളത്. അപ്പോൾ അത് അമർമിൻ്റെ ലെവൽ ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു ലെവലാണ്. കാരിക്കിൻ്റെ എന്ന് പറഞ്ഞാൽ വീണ്ടും താഴെ നിൽക്കുന്ന ഒരു ലെവലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ ദിസ് ഇസ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ട് എങ്കിൽ ഡെഫിനറ്റ്ലി പുട്ട് ദാറ്റ് ഇൻ ദ കമന്റ് സെക്ഷൻ. ഓക്കെ.